വില്ലേജിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു പ്രേംസിഷ്. നമ്മൾ തയ്യാറാക്കുന്നത് കോളിഫ്ലവർ മസാലയാണ്. ഇത് തയ്യാറാക്കുന്നത് സൂര്യയാണ്. നമസ്കാരം, എൻ്റെ പേര് സൂര്യ. നമ്മളിന്നിവിടെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ മസാലയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തായിരുന്നു? മെയിനായിട്ട് നമ്മുടെ കോളിഫ്ലവർ, ഇത് ഞാൻ ഒരു 10-15 മിനിറ്റ് ഇളം ചൂടുള്ള ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴുകി എടുത്തതാണ്. ശരി ശരി. അതെന്തിനാണ് പ്ലഗ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ? ഫുൾ പ്ലഗ് ഉണ്ടെങ്കിൽ. അതെ അതെ അതെ. ശരി. ഇതൊരു 1/2 കിലോ ഉള്ളൊരു കോളിഫ്ലവർ ആണ്. പിന്നെ ഇതിലേക്ക് വഴറ്റാനായിട്ട് നമുക്കൊരു സവാള, ഒരു വലിയ സവാളയാണിത്, തക്കാളി, 2 പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വേപ്പില. അതെ, നമ്മൾ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. നമുക്ക് തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അതെ, നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കോളിഫ്ലവർ മസാലയുടെ കുക്കിംഗ് ഫുള്ള് നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. നമ്മുടെ കുക്കർ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തിരുന്നു, ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക്. നമ്മുടെ കടുക് പൊട്ടി തീരാറായിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർക്കാം. സവാള നമുക്ക് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. പൊടിയുപ്പ് ചേർക്കുന്നവർക്ക് ഇപ്പോൾ ഉപ്പ് ചേർത്ത് സവാള വഴറ്റാം. അപ്പോൾ സവാള എളുപ്പത്തിന് വഴണ്ടി കിട്ടും. നമ്മൾ കല്ലുപ്പ് കലക്കിയത് ചേർക്കുന്നതുകൊണ്ട് പൊടികളൊക്കെ ചേർത്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. നമ്മളിവിടെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, അതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതിയാവും. അതും ചേർത്തിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. മീറ്റ് മസാലയാണ്. നമ്മൾ മീറ്റ് മസാല ചേർക്കുന്നത് ഒരു ഇറച്ചിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മീറ്റ് മസാല ഇല്ലാത്തവർ ഗരം മസാല തന്നെ ചേർത്താൽ മതി. ഈ വഴറ്റുന്നതിലേക്ക് നമുക്കൊരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് ചേർത്ത് വഴറ്റാം. പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നത്. സവാളയായാലും ഇഞ്ചിയും പച്ചമുളകും എല്ലാം വളരെ ചെറുതാക്കി അരിഞ്ഞത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സവാള വഴണ്ടിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി അല്ലേ, അതൊരു 1/4 ടീസ്പൂൺ. നമ്മളിവിടെ പച്ചമുളകിന്റെ എരിവ് നോക്കിയിട്ട് ഇടാം. 1/4 ടീസ്പൂൺ മുളക് പൊടി. കൂടുതലാണെങ്കിൽ ഇത് കുറച്ചിട്ടാൽ മതി അല്ലേ? അതെ, പിന്നെ എരിവ് ഇഷ്ടമുള്ളവര് എരിവ് കൂട്ടാം. അതെ, ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ കോളിഫ്ലവറിന്റെ ഒരു ഇറച്ചിക്കറിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അതില്ലാത്തവര് ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ചേർത്താൽ മതിയാവും. പൊടികൾ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ഒഴിക്കാം.
നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തക്കാളി അരിഞ്ഞത്. നമ്മുടെ തക്കാളി നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് അതെ, ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കും. വെള്ളം തിളയ്ക്കണം എന്നില്ല. നമുക്ക് കുക്കറിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കോളിഫ്ലവർ ഒന്ന് നമ്മുടെ മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവറിന് അധികം വേവൊന്നുമില്ല, അത് കാരണം നമുക്ക് കുക്കർ അടച്ച് ജസ്റ്റ് ഒരു വിസിൽ വരുമ്പോൾ തന്നെ കുക്കർ ഓഫ് ചെയ്തിട്ട് പിന്നെ ആ ഒരു പ്രഷറിൽ കോളിഫ്ലവർ വെന്തിരുന്നോളും. അപ്പം നമുക്ക് പെട്ടെന്ന് കോളിഫ്ലവർ വേവിച്ചെടുക്കാം. നമ്മുടെ കുക്കർ പ്രഷർ പോയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. അതെ, ഇതേ നമ്മുടെ കോളിഫ്ലവർ നല്ലോണം വെന്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ വേവാൻ വേണ്ടിയിട്ട് കുക്കർ ജസ്റ്റ് അടച്ച് ഫസ്റ്റ് വിസിലിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. പിന്നെ ആ കുക്കറിൻ്റെ പ്രഷറിലിരുന്ന് കോളിഫ്ലവർ നല്ല പാകത്തിന് വെന്തോളും. ഇനി നമുക്ക് ഗ്യാസ് ഒന്നും കൂടി ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇനി നമ്മുടെ ഈ കോളിഫ്ലവർ മസാലയിലേക്ക് നമ്മൾ അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ കശുവണ്ടി പേസ്റ്റ് ചേർക്കുകയാണ്. ഇതൊരു 10-12 കശുവണ്ടി കുതിർത്തരച്ചതാണ്. നമ്മുടെ കറി നല്ലോണം ഒന്ന് തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെ, എന്നിട്ട് ലാസ്റ്റ് നമുക്കൊരു ഇത്തിരി കുരുമുളക് പൊടി, ഒരല്പം കൂടെ മീറ്റ് മസാലയും കൂടെ ചേർക്കാനുണ്ട്. ചേർത്തിട്ട് ഇറക്കാം. നമ്മുടെ ഗ്രേവി നല്ല തിക്കായതുകൊണ്ട് ഒരല്പം കൂടെ വെള്ളം ചേർത്ത് നമുക്ക് ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അല്ലേ? അതെ, ഇനി ഒന്ന് തിളക്കട്ടെ. ലാസ്റ്റായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണും കൂടി മീറ്റ് മസാലയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കോളിഫ്ലവർ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു വിഭവമാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് സാധാരണ രീതിയിൽ ചപ്പാത്തിക്കായാലും അപ്പത്തിനായാലും എന്തിനൊപ്പം തന്നെ ചെയ്യുന്ന അടിപൊളി കോമ്പിനേഷനാണ്. അതിൻ്റെ മസാല അടിപൊളിയായിട്ട് നമുക്ക് കശുവണ്ടിയുടെയും ഒക്കെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് ചേർന്നിട്ട് ഒന്നും പറയാനില്ല. തീർച്ചയായും നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വീഡിയോ വയ്ക്കണം. അതുവരെ നമസ്കാരം.